ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവുകൾ? പറ. ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ചാപ്റ്റർ. നമ്പർ 1 മെറ്റീരിയൽ കാൽക്കുലേഷൻ ഓഫ് ഏതാണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. നമ്പർ 2 കാൽക്കുലേഷൻ ഓഫ് ലേബർ കോസ്റ്റ് വാരിയൻസ്. നമ്പർ 3 വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ്. 4 ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ്. 5 സെയിൽസ് വാരിയൻസ്. ദെൻ ഫൈനലി പ്രോഫിറ്റ് വാരിയൻസ്. ഈ പറയുന്ന 5 എണ്ണത്തിൻ്റെയും പരിണിത ഫലം, അതിൻ്റെ നെറ്റ് എഫക്റ്റ് ആണ് ഏത്? പ്രോഫിറ്റ് വാരിയൻസ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു എക്സ്ട്രീം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് കാണില്ല? പ്രോഫിറ്റ് വാരിയൻസ്. പ്രോഫിറ്റ് വാരിയൻസ് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണണം? മെറ്റീരിയലും കാണും, ലേബറും കാണും, വാരിയബിളും കാണും, ഫിക്സഡും കാണും, സെയിൽസും കാണും. ഓക്കെ അല്ലേ? ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പിക്ചറില്ലേ, ക്ലിയർ ആയിട്ടുള്ള എവിടെ എത്തണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്ത് എഴുതണം ഏതാ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. എഴുതാൻ സമയം തരാം, അപ്പോൾ ആദ്യം ശ്രദ്ധിച്ചോ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പക്ക എന്ത് ചെയ്യണം? ബേസ് ലെവലിൽ പോകാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട. അന്നത്തെ കട്ടല്ലേ, ആ കട്ട തന്നെ എടുക്കുക എളുപ്പത്തിൽ. ഒരു കട്ട, അത് ബ്രിക്സ്, സിമെൻറ്റും കട്ട, ഇതിനെന്താ പറയുക? താബൂക്ക് എന്നൊക്കെ പറയും. താബൂക്ക് എന്ന് പറയുമ്പോൾ പണ്ട് താബൂക്ക് ഉള്ളിൽ ഹോളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഫുൾ ഫില്ലായിട്ട് വരുന്നതാണ് ഉള്ളത്, അറിയാലോ. ഇപ്പോൾ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഏതായിരിക്കും? അങ്ങനെയുള്ള ബ്രിക്കാവും കട്ട എന്ന് പറയും. അപ്പോൾ ഈ ബ്രിക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ ഒരു മെറ്റീരിയൽ വേണോ 2 എണ്ണം വേണോ? ബ്രിക്സ് ഉണ്ടാക്കാൻ എങ്ങനെയാണോ? ബ്രിക്സ് എങ്ങനെ ഉണ്ടാക്കുക? എന്താ കയ്യിൽ കാണുന്നത്? പ്ലാസ്റ്റിക് ഉണ്ടാ ഇല്ലല്ലോ. പിന്നെ എന്താ ഉള്ളത്? സാൻഡ്, സിമെൻറ്റും വേണം, പിന്നെ എന്ത് വേണം? സാൻഡും വേണം, പിന്നെയും വേണം എന്താ? ചെറിയ ചെറിയ എന്താ വരും? ബേബി മെറ്റലും കൂടെ വരും. ബേബി മെറ്റൽ എന്ന് പറയും. മെറ്റലിൻ്റെ ചെറിയ ചെറിയ സാധനം. ഇങ്ങനെ 3 എണ്ണം. അങ്ങനെ പറയില്ലേ? ബേബി മെറ്റൽ എന്ന് പറയില്ല. ചരല്. ചരല് പറഞ്ഞാൽ എന്താ? ചരല് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമ്മളെ മണ്ണിലുണ്ടാവുന്ന കുറച്ച് ഹാർഡായിട്ടുള്ളതില്ലേ, കല്ലുകളെയാണെന്ത് ചരൽ എന്ന് പറയാം. അങ്ങനെ പറയാം. അന്തല്ല, പറത്ത് വരില്ല. നിങ്ങൾ മഞ്ചേരിക്കാരൊക്കെ ഇങ്ങനെ അല്ല? അതെ, കൊണ്ടോട്ടിയിലാണ് അങ്ങനെ പറയാം. യെസ്. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണേ. ഇഷ്ടിക എങ്ങനെ ഉണ്ടാക്കുക? അത് പൊളിക്കും. ഇഷ്ടിക മണ്ണ് മാത്രം പോരെ. വെള്ളം പിന്നെ ഒരു മെറ്റീരിയലായിട്ട് കൂട്ടണ്ടല്ലോ. ഓക്കെ അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയലാണ്. വെള്ളം എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. എന്താ അങ്ങനെ? എന്താ മണ്ണ് ഒരു കട്ടക്ക് ഉപയോഗിച്ച മണ്ണ് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ലേ? പക്ഷെ ഒരു കട്ടക്ക് ഉപയോഗിച്ച വെള്ളം എത്രയെന്ന് എന്തല്ല? അതാണ് ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയലാണ്, മറ്റേതാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താ? ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫയബിൾ ഫ്രം എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. മറ്റെന്താ? കനോട്ട് ബി ഈസിലി ഐഡൻറ്റിഫയബിൾ ഫ്രം എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ 2 കട്ടകൾ പറഞ്ഞു. ഒന്ന് ഏതാണ്? കളിമണ്ണിൻ്റെ കട്ട. മനസ്സിലായില്ലേ? അതിനെന്താ പറയുക? ഇഷ്ടിക. ഓക്കെ, സോറി. ഇഷ്ടിക ഉണ്ടാക്കുന്നു. പിന്നെ മറ്റേതാണ്? താബൂക്ക്. ഇഷ്ടികക്ക് അല്ലെങ്കിൽ സിമെൻറ്റ് കട്ട. ഇഷ്ടികക്ക് ഏത് മതി? സിംഗിൾ റോ മെറ്റീരിയൽ പോരെ. താബൂക്കിന് എന്ത് വേണം? മിക്സ് ഓഫ് റോ മെറ്റീരിയൽ. ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ എത്രയാണ്? മിക്സാണ്. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയലിൻ്റെ കാൽക്കുലേഷൻ നമുക്ക്, അപ്പോൾ നമ്മൾ പറയുന്ന 6 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടോപ്പിക്കാണ് മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. അതിനെ ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്? സിംഗിൾ റോ മെറ്റീരിയൽ, പിന്നെ ഏതാ? മിക്സ്. അപ്പോൾ ശ്രദ്ധിച്ചോ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2. ഏതാ? സിംഗിൾ റോ മെറ്റീരിയൽ ഇൻപുട്ട്, പിന്നെ ഏതാ? മിക്സ് ഓഫ് റോ മെറ്റീരിയൽ ഇൻപുട്ട്. നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം ചേട്ടാ? ഇങ്ങനെ ഇരുന്ന് കേൾക്കരുത്. ഫുൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ പോസ് ചെയ്ത് എഴുതിയെടുത്തിട്ട് വേണം പോകാൻ കേട്ടോ. അല്ലാതെ സിനിമ അല്ലല്ലോ കാണുന്നത്, ഇങ്ങനെ കണ്ടിരിക്കാൻ. മനസ്സിലായ? ചില കുട്ടികൾ പറഞ്ഞു ഞാൻ ക്ലാസ്സൊക്കെ കണ്ടു മനസ്സിലാക്കി, അതിൽ കാര്യമില്ലല്ലോ. ഇതിങ്ങനെ എഴുതി മനസ്സിലായ? ഇതിങ്ങനെ വരുമ്പോൾ പോസ് ചെയ്യുക, അങ്ങനെ തന്നെയല്ലേ ചെയ്യുക? ഓക്കെ. ഒരു സിംഗിൾ റോ മെറ്റീരിയൽ ഇൻപുട്ടും മറ്റേതാ മിക്സ് ഓഫ് റോ മെറ്റീരിയൽ ഇൻപുട്ട്. അപ്പം മനസ്സിലാക്കണം, ഈ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്? റോ മെറ്റീരിയൽ. സിംഗിൾ റോ മെറ്റീരിയലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് അവിടെ എന്ത് എഴുതി വെക്കാം? ഇഷ്ടിക. അതിന് ബ്രിക്സ് എന്ന് തന്നെ പറയാം കേട്ടോ. ഓക്കെ അല്ലേ? ക്ലേ ബ്രിക്സ് എന്ന് പറയാം. എന്ത് പറയാം? ക്ലേ ബ്രിക്സ് എന്ന് പറയാം. മറ്റേതിന് എന്ത് പറയാം? സിമൻറ്റ് ബ്രിക്സ് എന്ന് പറയാം. ക്ലേ ബ്രിക്സിൽ ഏത് മാത്രമേ ഉള്ളൂ? ക്ലേ മാത്രമേ ഉള്ളൂ. മറ്റേതിൽ എന്തുണ്ട്? മിക്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? മിക്സ് ഓഫ് റോ മെറ്റീരിയലും ഇൻപുട്ടും. പിന്നെ ഏതാ? ഇൻപുട്ട് എന്നുള്ള വാക്ക് മനസ്സിലായ? ഇൻപുട്ട് ഇട്ടിട്ടാണല്ലോ കട്ടുണ്ടാവുക. ഓക്കെ. ഔട്ട്പുട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇൻപുട്ടാണ് റോ മെറ്റീരിയൽ. സിമ്പിൾ. ഇവിടെ എന്താ ഉദ്ദേശം? ഓൺലി 1 മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. ഇവിടെ എന്താ?
മോർ ദാൻ വൺ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അടുത്ത് ഇനി ഏതാവും നമ്മുടെ ഹെഡിങ്? ഇനി അടുത്ത ഹെഡിങ് ഏതാവും? സിംഗിൾ അല്ല മെറ്റീരിയൽ പഠിച്ചാ എന്നാ പോയിക്കോ. ഏതാ? സിംഗിൾ റോ മെറ്റീരിയൽ ഇൻപുട്ട് അല്ലേ? സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചിരുന്നു. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾ ലോജിക്കൊന്നും ചോദിക്കരുത്, മഗ്ഗപ്പ് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ എടുത്തിട്ട് എങ്ങനെ അടിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റെപ്പ് വൺ ഏതാ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് കമ്പ്യൂട്ടേഷൻ ടേബിൾ ഉള്ളത്? 1, 2, 3 അങ്ങനെ 3 എണ്ണം വരും. എന്താണ് SQ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്താണ് SP? സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ അല്ലേ? അപ്പം നമ്പർ 1 എന്താ പറഞ്ഞ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്മളേ കോസ്റ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 5 ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എടുത്തെന്ന് വിചാരിക്കാം. 5 എന്താവും? വ്യത്യസ്തമായ രീതിയിലുള്ള ഫോർമാറ്റാവും. കുറേ ഫോർമാറ്റുകളുള്ള ഒരു സാധനമാണ് ഇത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന് എടുത്ത ഒരു ബാച്ച്, അപ്പോൾ അടുത്ത സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ അടുത്ത അധ്യാപകം വരുമ്പോൾ വേറെ എന്താ എടുക്കുക? ഫോർമാറ്റോ എടുക്കുന്നുണ്ടാവുക. സ്റ്റാൻഡേർഡ് പഠിപ്പിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പഠിപ്പിക്കും. അപ്പോൾ അവർ ചോദിക്കും, സാറേ ഈ നമ്മളെടുത്ത ഫോർമാറ്റിലുള്ള മാനേജ്മെൻറ്റിൻ്റെ നോട്ടിലെ ക്വസ്റ്റ്യൻസ് സാറ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും കുട്ടികളുടെ ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? സങ്കടപ്പെടണ്ട. ഇനി അടുത്ത ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മളുണ്ടാവും ഒന്നും പറയില്ല. ഒക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അങ്ങോട്ടുണ്ടൊക്കെ പല ഫാക്ടറുകളെ കൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും എന്ത് ചെയ്യുക? അതിൽ ബോധറാവരുത്. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. കണ്ടൻറ്റ് തന്നെയാണ്, പക്ഷെ പ്രസൻറ്റ് ചെയ്യുന്ന പരിപാടി എന്ത് ചെയ്യും? മാറും. ഓക്കെ അല്ലേ? ചെന്നൈ ലെവൽ എന്തുണ്ട്? ഒരു ഫാക്കൽറ്റി ഉണ്ട്, SS രാജഗോപാൽ എന്ന് പറയും. CA ഫൈനലിലൊക്കെ എടുക്കുന്ന ഒരു ഗംഭീര ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുൻപേ എനിക്ക് പല ക്ലാസ്സുകളും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് പ്രൊഫിൻസിലൊരു അനൂപ് സാറുണ്ട്. മൂപ്പരെടുത്തത് എങ്ങനെ അറിയോ? ഇക്വേഷനേ ഇല്ല, ഫുൾ ഏത് മാത്രം അറിയോ? നിങ്ങളറിയോ? എങ്ങനെ അറിയും? പ്രൊഫിൻസിലായിരുന്നു. എവിടെ? അപ്പോൾ ആളുണ്ടോ അവിടെ? മലപ്പുറത്ത് ആൾ വരുന്നുണ്ടോ? എല്ലായിടത്തും ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. ഏതെടുക്കുന്ന ആളെന്നാ? പറഞ്ഞു തന്ന ആള് മനസ്സിലായില്ലോ മോളെ? സ്കൂളിലേക്ക് വന്നു അല്ലേ? സ്കൂളിലേക്കാ കോളേജ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു മൂപ്പര ഒരു ശരി മുട്ട സ്കൂളിലേക്ക് വന്നിരുന്നു. നമുക്കൊരു എൻ്റെ വളരെ എന്താ പറയാ, അതിൽ നിങ്ങൾ ആ ബുക്കിൽ കണ്ടില്ലേ? 2ാമത്തെ ആള്, 3ാമത്തെ ആള്. ഏതാ പൊട്ട? മതി അത്ര മതി. അപ്പോൾ ആള് എനിക്ക് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. ഓക്കെ അല്ലേ? നല്ല രസമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് കോൺസെപ്റ്റ് ഓർമ്മ വരണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പല ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോർമാറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത് പിന്നെ ഫൈനലിൽ പോയപ്പോൾ ഒരു സാറ് ഒരു ചാർട്ട് വെച്ചിട്ട് പഠിപ്പിച്ച്. നല്ല രസമായിരുന്നു. അപ്പോൾ ഞാനത് നല്ല കംഫർട്ടായി കുറേ ക്വസ്റ്റ്യൻസ് അതിലൊക്കെ ചെയ്തു. പിന്നെയാണ് എനിക്ക് ഈ ക്ലാസ് കിട്ടുന്നത്. ഇതിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അപ്പോൾ ആ 3 സ്റ്റേജ്. പിന്നെ നമ്മുടെ മെറ്റീരിയലുണ്ട്, അത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. കുറച്ച് വ്യത്യാസം ഈ 1, 2 ഇടുന്ന അങ്ങോട്ടുള്ളപ്പോൾ മാറുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? മാറ്റം വരും, അത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഈ കോംബോ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കോംബോ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കുഴപ്പമില്ല. 2, 3 ഒക്കെ കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? അപ്പോൾ അതിൽ നമുക്ക് തോന്നിയ കംഫർട്ടായിട്ടുള്ളൊരു സാധനം ഇതാണ്. അതുകൊണ്ട് ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാറ്, അത്ര ഉള്ളൂ. യെസ്. അപ്പോൾ അതേ കമ്പ്യൂട്ടേഷൻ ടേബിൾ 1, 2, 3. 1 എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അടുത്തേതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അടുത്തേതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇതിൽ എളുപ്പത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം. ഇത് ഏത് കോസ്റ്റാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റാന്ന് മനസ്സിലായാ? കാരണം ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റീൻ്റെ ഏതാ?
സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇതിലേതാ കോസ്റ്റ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണോ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണോ? കോസ്റ്റ് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ്, ക്ലേയുടെ കോസ്റ്റ് ഏതാ? പ്രൈസ് ഇൻറ്റു ഏതെടുക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലേ? ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ടിന് വരുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ ഔട്ട്പുട്ടിന് വരുന്ന സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഒരു എക്സാമ്പിൾ പറയട്ടെ, ചെറുത്. നമ്മൾ ക്ലേ ബഡ്ജറ്റ് ചെയ്തത് 1 ലക്ഷം ക്ലേ ഉണ്ടാക്കാം. ബ്രിക്സ്, ക്ലേയുടെ ബ്രിക്സ്, അത് നമ്മുടെ ഇഷ്ടിക 1 ലക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. ഒരെണ്ണത്തിന് 10 രൂപ കോസ്റ്റ് വരുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ ആണോ? 10 രൂപ മെറ്റീരിയൽ കോസ്റ്റ് ഇട്ടാ. ക്ലേയുടെ കോസ്റ്റ് ഒരെണ്ണത്തിന് എത്ര? 10 രൂപ. സെറ്റല്ലേ? അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 10 ലക്ഷം എന്താ വരിക? ബഡ്ജറ്റഡ് കോസ്റ്റ് വരും. ഓക്കെ. ആക്ച്വലി നമ്മൾ 1 ലക്ഷം ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചല്ലേ? പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് എത്ര ഉള്ളൂ? 80,000 ഉള്ളൂ എന്ന് വിചാരിക്കാം. ഈ 80,000 കട്ടല്ലേ ഇഷ്ടിക, അതാണെന്ത്? ആക്ച്വൽ ഔട്ട്പുട്ട്. അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് എത്രയാ? 80,000 ഇൻറ്റു 10 എത്ര? 8 ലക്ഷം. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഫുഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, 1 ലക്ഷം കട്ടടയാണോ എടുക്കേണ്ടത്? 80,000 എടുക്കേണ്ടത്? 80,000. സെറ്റല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞാണോ? ഒന്നുകൂടെ പറഞ്ഞു തന്നു. ഓക്കെ. ദെൻ നമ്പർ 2 ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. 3 ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. പഠിച്ചില്ലേ? ഓക്കെ. ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണെങ്കിൽ ഇത് ഏതായിരിക്കും? ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? പഠിക്കും. സ്റ്റെപ്പ് 1 ഏതാ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. എങ്ങനെ? നമ്പർ 1 ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. എപ്പോഴും പറയേണ്ട സാധനമാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും ഏതിന്റെ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാവും? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ബാക്കിയൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? തരും. ഓക്കെ അല്ലേ? അപ്പോൾ മെയിനായിട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ട സാധനം ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, വിച്ച് മീൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയില്ല. 1 ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്പർ 2 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. നമ്പർ 3 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അഥവാ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സുഖമാണ്. ഇവിടുത്തെ ആക്ച്വൽ ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെയും വരാം, പക്ഷെ പ്രൈസ് ഏതെടുക്കാം? സ്റ്റാൻഡേർഡ് പ്രൈസ്. വൈ എന്നുള്ളതിന് ഞാൻ പിന്നെ ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ അബ്രിവിയേഷൻ്റെ ഫുൾ ഫോമുകളാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ അലൗഡ് ഫോർ ആക്ച്വൽ ഫിനിഷ്ഡ് ഔട്ട്പുട്ട്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അങ്ങനെ എഴുതി വെച്ചാൽ എളുപ്പം. ആക്ച്വൽ ക്വാണ്ടിറ്റി, പിന്നെ ഏതാ? സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ പ്രൈസ്. പ്രശ്നമൊന്നുമില്ല. ഇനി 1, 2, 3 ഒക്കെ ഇല്ല ഇതിൽ. ഇത് വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. 1, 2, 3. ഓക്കെ അല്ലേ? ഇതാ ഏതാണ്? വാരിയൻസ് കാൽക്കുലേഷൻ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. ഫുൾ ഫോം എന്താ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. എന്താ? 1 - 2. 1 എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. 2 എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചാൽ പോരെ? എങ്ങനെ പഠിക്കാം? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു 1 എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ബ്രാക്കറ്റ് ഇടുക, മൈനസ് ഏതാ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അത്രേ ഉള്ളൂ. അതാണ് ചിലപ്പോൾ ചില ഇതിൽ ബുക്കിലൊക്കെ എന്ത് ചെയ്യും? ഇപ്പോൾ ബികോമിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കുക. എന്താ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് ഈസ് ഈക്വൽ ടു എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. കുഴപ്പമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യാം? പഠിക്കാം. അതാണ് ഒരു രൂപം. മനസ്സിലായില്ലേ? അതിനിപ്പോൾ ആ ഒരു ഇക്വേഷനിലേക്ക് മാറി വെച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും വരാണ്ട, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ? ഓക്കെ. ഇനി മെറ്റീരിയൽ ഏതാണ്? പ്രൈസ് വാരിയൻസ്. അങ്ങനെ പറഞ്ഞാൽ ഈ കോസ്റ്റിലെ ചേഞ്ച് വരാനുള്ള കാരണം എന്താവും? സിംഗിൾ ഇഷ്ടികയുടെ കോസ്റ്റിൻ്റെ ചേഞ്ച് വരാനുള്ള കാരണം മെറ്റീരിയൽ നിങ്ങൾ 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ അടുത്ത് 10 രൂപയ്ക്ക് മേടിക്കാനല്ലേ പറഞ്ഞ് റോ മെറ്റീരിയൽ ക്ലേ. പക്ഷെ നിങ്ങൾ 1 കിലോഗ്രാമിന് എത്ര മേടിച്ച്? 12 രൂപയ്ക്ക് മേടിച്ച്. അപ്പം മെറ്റീരിയലിൻ്റെ പ്രൈസ് ആവാം. അല്ലെങ്കിൽ മറ്റൊരു സാധനം ഉണ്ട്, 10 രൂപയ്ക്കല്ലേ മേടിക്കാൻ പറഞ്ഞ് നിങ്ങൾ 10 തന്നെ മേടിച്ചു, പക്ഷേ അളവ് കൂടുതൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും.
നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു കട്ട ഉണ്ടാക്കാൻ 3 കിലോഗ്രാം ക്ലേ ഉപയോഗിക്കണം എന്നാ പറഞ്ഞ്, 3.5 ഉപയോഗിച്ചു. ഓക്കെ അല്ലേ? അപ്പം കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നോക്കും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ടായ ആരാ റെസ്പോൺസിബിൾ? ചിന്തിച്ച്. കോസ്റ്റ് അല്ല, പ്രൈസ് വേരിയൻസ്. ആരാ പ്രൈസ് ഇതാക്കുക? ഈ സാധനം ആരാ മേടിക്കുക? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് റെസ്പോൺസിബിൾ ഉള്ളത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. റെസ്പോൺസിബിൾ ഫോർ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. ഇപ്പോൾ എഴുതണ്ട, ഒക്കെ ഞാൻ നോട്ട് തരാം, ഡീറ്റെയിൽ ഒരു നോട്ട് തരാം. അടുത്തേതാ? മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ആരാ യൂസേജിൻ്റെ റെസ്പോൺസിബിലിറ്റി? പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ ഹെഡ് അല്ലേ? ഓക്കെ അല്ലേ? അതിൽ സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അയാൾ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് അതിൻ്റെ ആൻസർ ഉണ്ട്. എന്തുകൊണ്ടാണ് 4 കിലോഗ്രാം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ 4.5 കിലോഗ്രാം കൂടുതൽ ഉപയോഗിച്ച്? നേരെ തിരിച്ചു പോയിക്കൂടെ? 4 കിലോഗ്രാം ഉപയോഗിക്കുന്നത് എത്രയും 3 സംതിങ്. അങ്ങനെ 1/2 കിലോൻ്റെ വ്യത്യാസമൊന്നുമില്ല, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കോസ്റ്റിൻ്റെ വ്യത്യാസമുള്ള 2 കോമ്പണൻ്റ്. ഒന്ന് ഏതാണ് പറഞ്ഞത്? പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസ്. പ്രൈസ് വേരിയൻസിന് ഇക്വേഷൻ ഉണ്ടതാ 3 - 2. 3 എന്താ ആലോചിച്ചേ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് 2 എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഏതാ? 1 - 3. അല്ലെങ്കിൽ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ 1 എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയണ്ട, ഇങ്ങനെ പഠിച്ചാൽ മതി. അതിനാണല്ലോ ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഏതാ? 3 - 2. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എത്ര? 1 - 3. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്, കോസ്റ്റിൻ്റെ വേരിയൻസ് ഉണ്ടാക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ടാവാം. അല്ലെങ്കിൽ സാധനം ഉപയോഗിക്കുന്ന റേഷ്യോ പറഞ്ഞില്ലേ, എത്ര ഉപയോഗിക്കണം എന്ന്. റേഷ്യോ അല്ല, ഉപയോഗിക്കുന്ന കണ്ടന്റ്, ക്വാണ്ടിറ്റി, അത് കൂടുകയോ കുറയോ ചെയ്യുമ്പോഴും എന്ത് പ്രൈസിലും കോസ്റ്റിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. ഇതിൻ്റെ ഫുൾ ഫോമുകളാണ്. എന്താ? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. അങ്ങനെയാണ് ഷോർട്ടാക്കി എഴുതുന്നത്. ഷോർട്ടാക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റുമോ? പറ്റും. ഈ ഷോർട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അങ്ങനെ പറയാൻ കാരണം എന്താ? സാറെന്താ അങ്ങനെ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഷോർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ സജസ്റ്റഡ് ആൻസറില്ലേ, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനുകളിൽ അതിലും എങ്ങനെ ഉണ്ടാവാറുണ്ട്? ഷോർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷനാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് പോകില്ല. ഓക്കെ അല്ലേ? യെസ്. എന്നാൽ ചില സാധനങ്ങൾ ഞാൻ പറയും എന്ത് ചെയ്യണം. ഇപ്പോൾ ഇന്നലെ മറ്റേ അബ്സോർപ്ഷൻ്റെ വാരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതൊന്നും എന്തല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാ. ഓക്കെ? യെസ്. അതൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, നമുക്കൊരു പണിയാം. ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോരെ അടുത്ത്? ആദ്യം ഇത് എഴുതിയെടുക്കാം അല്ലേ? റെഡി അല്ലേ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ DP1 വായിക്ക്. ദ ഫോളോവിങ് വായിക്കടാ. ദ ഫോളോയിങ് ഡാറ്റ ആർ അവൈലബിൾ ഫോർ എ പ്രൊഡക്റ്റ്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 2 കിലോഗ്രാം അറ്റ് ₹20 per kilogram. ഡ്യൂറിങ് ദ പീരീഡ് ആക്ച്വൽ ഡീറ്റെയിൽസ് ആർ ഗിവൺ. എന്താ? ആക്ച്വൽ ഔട്ട്പുട്ട് 10,000. അപ്പോൾ നമ്മുടെ ഏതാ പ്രൊഡക്റ്റ്? നമ്മുടെ പ്രൊഡക്റ്റ് ഏതാ? ബ്രിക്ക്. ആക്ച്വലി എത്ര ബ്രിക്ക് ഉണ്ടാക്കി? 10,000. അതിനുപയോഗിച്ച മെറ്റീരിയൽ എത്രയാ? 22,000. ഇത് ഏതാ നമ്മുടെ ഈ സാധനത്തിൽ? നമുക്ക് എന്തൊക്കെ വേണം? 4 സാധനം നമുക്ക് വേണ്ടത്. എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസ്, പിന്നെ ഏതാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, ആക്ച്വൽ പ്രൈസ്. പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ് പ്രൈസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ പ്രൈസ്. ഇതിലേതൊക്കെ ഇപ്പോൾ തന്നുള്ളത് പറയാൻ പറ്റുമോ? 22,000 കിലോഗ്രാം എന്താ? അതെ, നമ്മൾ കട്ടയുടെ കഥ അല്ല പറയുന്നത്. കട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ക്ലേയുടെ കഥയാണ് പറയുന്നത്. 10,000 എന്താ? ഇഷ്ടികയാണ്. 10,000 ഇഷ്ടികയാണ്. 22,000 അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽ. അപ്പോൾ അവർ എത്ര റോ മെറ്റീരിയലാണ് ആക്ച്വലി ഉപയോഗിച്ചിട്ടുണ്ടാവുക? 22,000 കിലോഗ്രാം വരണമെങ്കിൽ 22,000 ഡിവൈഡഡ് ബൈ 10,000. ഒരു യൂണിറ്റിന് എത്ര വരും? 2.2. ഓക്കെ അല്ലേ? എത്ര ഉപയോഗിക്കണം എന്നാ മുകളിൽ പറഞ്ഞുള്ളത്? ഒരു കട്ട ഉണ്ടാക്കാൻ എത്ര ഉപയോഗിക്കണം എന്നാ പറഞ്ഞുള്ളത്? 2. പക്ഷെ അവരെത്ര ഉപയോഗിച്ച്? 2.2. അപ്പോൾ അവരുടെ മിക്സ് വാരിയൻസ് ഇല്ലേ, യൂസേജ് വാരിയൻസ് ഇല്ലേ, അതെന്താവും? കൂടും. എന്താവും? കൂടും. കോമൺ സെൻസ്. ഓക്കെ അല്ലേ? ഞാൻ വേറെ ഇൻ്റർപ്രിട്ടേഷൻ നോട്ടൊക്കെ പിന്നെ തരാട്ടാ, ജസ്റ്റ് പറയുന്നുള്ളൂ. ആക്ച്വൽ പ്രൈസ് അല്ലേ 25? എന്തിൻ്റെ പ്രൈസാടാ? റോ മെറ്റീരിയലിൻ്റെ.
അപ്പം ആക്ച്വൽ പ്രൈസ് എത്ര കിട്ടി? 25. പിന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാ? 20. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായ? ക്ലേ 20 രൂപ വെച്ച് മേടിക്കണം എന്നാ പറഞ്ഞ്. പക്ഷെ എത്ര രൂപയ്ക്ക് മേടിച്ചു? 25. മേടിക്കണമെന്ന് പറയുന്ന കോസ്റ്റ്, അലൗഡ് കോസ്റ്റ് ഏതാണ്? 20. ആക്ച്വൽ എത്രയാണ്? അപ്പം എന്തൊക്കെ കിട്ടി? 4 എണ്ണത്തിൽ 2 എണ്ണം കിട്ടി അല്ലേ? ഏതൊക്കെ പ്രൈസ് കിട്ടി? ആക്ച്വൽ പ്രൈസ് 25, സ്റ്റാൻഡേർഡ് പ്രൈസ് 20, ആക്ച്വൽ ക്വാണ്ടിറ്റി 22,000 കിലോഗ്രാം അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കോമൺ സെൻസ് അപ്ലൈ ചെയ്യണം. ഞാൻ വീണ്ടും പറയണം, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മീൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾ എടുക്കേണ്ട യൂണിറ്റ് ഏതാ? ആക്ച്വൽ. മൾട്ടിപ്ലൈ ചെയ്യേണ്ട കോസ്റ്റ് ഏതാ? അതോ കിലോഗ്രാം ഏതാ? സ്റ്റാൻഡേർഡ്. 20,000 കിട്ടിയ വല്ലവർക്കും? 10,000 കട്ട. ഒരു കട്ടക്ക് എത്ര കിലോഗ്രാം ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്? 2 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 10,000 കട്ട ഉണ്ടാക്കാൻ എത്ര കിലോഗ്രാം ക്ലേ ഉപയോഗിക്കണമായിരുന്നു? 20,000. പക്ഷെ അവരെത്ര ഉപയോഗിച്ചു? 22,000. അപ്പൊ ഉപയോഗം കൂടുതലല്ലേ? ഓക്കെ അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ ഇത്രയും സാധനം നമുക്ക് കൊണ്ടുപോയി ഇട്ടാലോ? ഇപ്പം എല്ലാം കിട്ടിയില്ലേ? യെസ്. ശ്രദ്ധിച്ചിരുന്നോ? സ്റ്റെപ്പ് 1 വായിക്കും. കമ്പ്യൂട്ടേഷൻ ടേബിൾ അല്ലേ? നമ്പർ 1 പറയും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. നമ്പർ 2 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. നമ്പർ 3 ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാ പറ? ഇനി ബബ്ബ കളിക്കല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ കണ്ടല്ലേ? 20,000 ഇൻറ്റു എത്ര? സ്റ്റാൻഡേർഡ് പ്രൈസ് 20. സിമ്പിൾ അല്ലേ? ടോട്ടൽ എത്ര വരും? 4 ലക്ഷം റുപ്യ. എന്താ 4 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് 20,000 ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനാ പറഞ്ഞത്? 4 ലക്ഷം. ഓക്കെ അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്താണ്? 10,000 ഏതാണ്? 20 എന്നാ പറഞ്ഞ് ഞാൻ? 10,000 പറഞ്ഞ് 20,000 പറഞ്ഞ് തെറ്റിപ്പോയതാ. 10,000 ഇഷ്ടിക ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് എത്രയാണ് നിങ്ങളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞ്? 4 ലക്ഷം റുപ്യ മുൻകൂട്ടി പറഞ്ഞതാണ്. പക്ഷെ ആക്ച്വലി എത്ര രൂപ എടുത്തു? 5,50,000. ഹൗ? ആക്ച്വലി 22,000 കിലോഗ്രാം എന്ത് മേടിച്ചു? ക്ലേ മേടിച്ചു. 1 കിലോഗ്രാമിന് 25 റുപ്യ വെച്ചു. അപ്പോൾ 5 ലക്ഷത്തി എത്ര വന്ന്? 50,000. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തേൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയല്ല, ഇക്വേഷൻ അപ്ലൈ ആണ്. എന്താ? ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് പറയും? 22,000. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാ? 20. അപ്പോൾ 22,000 ഇൻറ്റു 20 4,40,000 വരും. ഓക്കെ അല്ലേ? സിമ്പിൾ സാധനമല്ലേ? യെസ്. ദെൻ അപ്പോൾ ഇതിലൊരു വർക്കിംഗ് നോട്ട് നിങ്ങൾ കൊടുക്കണം അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. എന്ത് പറഞ്ഞാൽ കൊടുക്കേണ്ടത് പറയും? കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്നിട്ട് എഴുതണം എന്താ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇത് എഴുതിയാൽ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് എടുക്കേണ്ടത്. ഔട്ട്പുട്ട് ഏതാ എടുക്കേണ്ടത്? ഓക്കെ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്ര ഉള്ളത്? 10,000. ആക്ച്വൽ ഔട്ട്പുട്ട് എത്ര ഉള്ളത്? 10,000. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? ഒരെണ്ണത്തിന് 2 കിലോഗ്രാം വെച്ചിട്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 20,000 കിലോഗ്രാം. ഇതാണ് വർക്കിംഗ് നോട്ട്. ക്ലിയർ? ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലില്ലേ 1 എത്ര ഉള്ളത്? 4 lakh. 2 എത്ര ഉള്ളത്? 5,50,000. സ്റ്റെപ്പ് 2 ഏതായിരുന്നു പറഞ്ഞേ? സ്റ്റെപ്പ് 2ൻ്റെ പേരെന്താ? വാരിയൻസ് കാൽക്കുലേഷൻ. അതിൽ ഫസ്റ്റ് ഏതാണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. പറ. 1 - 2. ദെൻ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ഏതാ? 1 - 3. ദെൻ അടുത്ത ഏതാ? മെറ്റീരിയൽ തെറ്റിയ 1 - 3 അപ്പുറത്താ ഏതാ? ഓക്കെ. യെസ്. നിങ്ങൾക്ക് കിട്ടണ്ടോ നോക്കിയതാ ഞാൻ. മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് അല്ലേ? മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, യൂസേജ് വാരിയൻസ്. എങ്ങനെ 1,50,000 കിട്ടി? 1 - 2. 1 എന്താ? 4 lakh. അതെന്താ? നിങ്ങളുടെ അടുത്ത് ചെലവഴിക്കണമെന്ന് പറഞ്ഞ പൈസ. പക്ഷെ 2 എത്ര രൂപ ചെലവഴിച്ചു? 5,50,000. നിങ്ങൾ എക്സ്ട്രാ എത്ര ചെലവഴിച്ചു? 1,50,000. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അനുവദിച്ച കോസ്റ്റ് 4 lakh ആണ്. മെറ്റീരിയൽ എന്ത് മേടിക്കാൻ? 10,000 എന്തുണ്ടാക്കാൻ? കട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ നിങ്ങളുടെ അടുത്ത് എത്ര രൂപ പറഞ്ഞ്? 4 ലക്ഷം റുപ്യ. പക്ഷെ നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിച്ചുള്ളത്? 5,50,000. അപ്പോൾ 1,50,000 കൂടുതലല്ലേ? സങ്കടല്ലേ? അഡ്വേഴ്സ് അല്ല, അഡ്വേഴ്സ്.
അല്ലേ? മുബി ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ. ദെൻ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എങ്ങനെ കാണാം? പോയാ കയ്യിൽ നിന്ന് പോയാ? ഇല്ല. 3 - 2 എങ്ങനെയാ? 1,10,000. 3 എന്തായിരുന്നു? എത്രയായിരുന്നു? 4,40,000 മൈനസ് 5,50,000. അപ്പോൾ ഒരു പോയിന്റ് പറയട്ടെ എനിക്ക്. നിങ്ങൾ ഈ എമൗണ്ട് ഇക്വേഷൻ സെറ്റ് ചെയ്തുള്ള എങ്ങനെ അറിയോ? നിങ്ങളിങ്ങനെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നെഗറ്റീവ് വന്നാൽ അതേതാ? അഡ്വേഴ്സ്. പോസിറ്റീവ് ആണെങ്കിൽ അതേതാ? ഫേവറബിൾ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടാ? 1 4 lakh അല്ലേ? മൈനസ് 5,50,000 എത്ര വരിക? മൈനസ് 1,50,000 അല്ലേ? അതാണ് എന്ത്? അഡ്വേഴ്സ്. ഇനിയിപ്പോൾ അത് വേണ്ട ആവശ്യം നമ്മൾ അങ്ങനെയാണോ നോക്കിയേ? നമ്മൾ ലോജിക്കലല്ലേ നോക്കി. 4 ലക്ഷം റുപ്യക്ക് കോസ്റ്റ് ഇൻക്വയറി ചെയ്യാൻ പറഞ്ഞു. എത്ര രൂപ കോസ്റ്റ് ചെയ്തു? 5,80,000 രൂപ. 1,80,000. ഓക്കെ അല്ലേ? യൂസേജ് വാരിയൻസ് എത്ര? 40,000. 1 - 3. 1 എത്രയെന്ന്? 4 lakh. മറ്റേ എത്രയെന്ന്? ഓക്കെ. അപ്പോൾ 4 lakh 4,40,000 അടിച്ചാൽ 40,000. ഇനി ഒരു രസമുണ്ട്. എന്താ അറിയോ? ഇത് അഡ്വേഴ്സ് അല്ലേ? 1,10,000. ഇതും അഡ്വേഴ്സ് അല്ലേ? ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര വരും? ഓക്കെ അല്ലേ? ക്ലിയർ. അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും വെച്ചിട്ട് എങ്ങനെ വെച്ചാൽ നോർമൽ ഇക്വേഷൻ അപേക്ഷിച്ച് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ചെയ്തത് കറക്റ്റ് അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്താലുള്ള ഒരു ഗുണം. ഓക്കെ അല്ലേ? അല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ക്ലാസ് എടുക്കാൻ പോയി ചിലപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വേറെ മെത്തേഡിലൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ഇത് അവർക്ക് ആ ഇക്വേഷൻ മാറില്ല. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയും, നിങ്ങൾ അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചല്ല, ഇനി കംഫർട്ടാണോ അല്ലേ അതിനേക്കാൾ ബെറ്റർ ഇതാണ് അതാണെന്നൊന്നും ഞാൻ അവകാശവാദമല്ല. എനിക്ക് തോന്നുന്നത് ഇതാണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ച ആളെ ഞാൻ കമ്പലിയില്ല. ഓക്കെ അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പഠിച്ച ആളുകൾ ഇതും അതും കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഉണ്ടാവരുത്. നിങ്ങൾ ആ പഠിച്ചതിലേക്ക് ഞാൻ പറയുന്ന പോലെ അപ്പം മാറ്റി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്തോളൂ. അപ്പോൾ ചില കുട്ടികൾ പറയുന്നത് ഓക്കെ സാറേ അത് ഞങ്ങളങ്ങനെ ചെയ്തോളൂ. ചിലവർ പറയുന്നത് കുറച്ചുകൊണ്ട് പോയിട്ട് പറയും അത് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, രണ്ടും കൂടെ ആകുമ്പോൾ ഒരു പണി ഞങ്ങൾ എന്ത് ചെയ്യാം, സാറ് പറയുന്നത് പോലെ ചെയ്യാം. അല്ലെങ്കിൽ പറയും ഞങ്ങളെ മുന്നേ പഠിച്ച അധ്യാപകൻ്റെ അത് ഞങ്ങൾ സെറ്റാണ്, അതിൽ ഓൾറെഡി ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, അപ്പം ഞങ്ങൾ അതിലേക്ക് എന്ത് ചെയ്തോളാം, ഈ സാറിൻ്റെതും കൂടെ മെർജ് ചെയ്ത് സെറ്റ് ചെയ്തോളാം. ഓക്കെ അല്ലേ? അല്ലാതെ കൺഫ്യൂഷൻ ഇടിച്ചിട്ട് കാര്യമില്ല. ഒന്നിരിക്കും എന്ത് ചെയ്യണം, മനസ്സിലായില്ലേ? അത് ഞാൻ ഇന്ന് അടുത്ത തവണ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ആ സാറിനടുത്ത് പറയാം, അപ്പം ഞാൻ ഇങ്ങനെ ശാഠ്യം പിടിക്കാറില്ല, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല. നിങ്ങളുടെ കംഫർട്ട് പോലെ ചെയ്തോളൂ. അപ്പോൾ അത് ഇനിയൊരു അധ്യാപകൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ പറയാം, സാറേ ഞങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് അത് അവിടെ മനസ്സിലുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളത് ഫോളോ ചെയ്യട്ടെ എന്നും കൂടെ പ്രത്യേകം സമ്മതം ചോദിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആളെടുക്കുമ്പോൾ നിങ്ങൾ ഏതോ ഒരു മെത്തേഡിലൊക്കെ ചെയ്യണം, അപ്പോൾ ഒന്ന് ചിലപ്പോൾ ചീത്തൊക്കെ പറഞ്ഞേക്കും. പിന്നെ അധ്യാപകരുടെ മൂടാണ്, പറയാൻ പറ്റില്ല, പലരും പല രീതിയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരടുത്ത് എന്ത് ചെയ്യണം, കൺവേ ചെയ്തിട്ട് ഫോളോ ചെയ്താൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം മക്കളെ, ഈ ക്വസ്റ്റ്യൻ്റെ DP1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എന്ത് ചെയ്യാൻ പോവാണ്, കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? നമ്പർ 1 ഫസ്റ്റ് 1 2 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ഞാൻ ആദ്യം പറയാം എന്നിട്ട് എഴുതാം. ഈ കമ്പനി എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്? എന്താ നിങ്ങൾ കളിക്കുന്നത്? എത്ര കട്ട ഉണ്ടാക്കിയത്? 10,000 അല്ലേ? എത്ര റുപ്യാണ് ചെലവഴിച്ചത് അതിന്? 5,50,000. അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്ന പോയിന്റ്. കുഴപ്പമില്ലല്ലോ, എഴുതിക്കോ. നമ്പർ 1, the company produced 10,000 units by spending പറയ് റുപ്പീസ്. എത്ര രൂപ ചെലവഴിച്ചു? 5,50,000. 5,50,000 എഴുതിയില്ലേ? അടുത്ത പോയിന്റ് എന്താവും എഴുതിണ്ടാവുക? ഈ 10,000 യൂണിറ്റ് ഉണ്ടാക്കാൻ പറയട്ടെ, ഈ 10,000 യൂണിറ്റ് ഉണ്ടാക്കാൻ എത്രയാണ് കോസ്റ്റ് അനുവദിച്ചത്?
4 ലക്ഷം. അതാണ് അടുത്ത പോയിന്റ്. പോയിന്റ് നമ്പർ 2 എഴുതാം. ഫോർ ദ എബോ ഔട്ട്പുട്ട് they should have consumed പറയും എത്രയാണ് അവർ കൺസ്യൂം ചെയ്യേണ്ടിയിരുന്നത്, എത്ര കിലോഗ്രാമാണ് കൺസ്യൂം ചെയ്യേണ്ടിയിരുന്നത്. ആക്ച്വലി അവർ കൺസ്യൂം ചെയ്തത് എത്ര? 22,000 കിലോഗ്രാം അല്ലേ? പക്ഷെ എത്ര കൺസ്യൂം ചെയ്യണമായിരുന്നു? 20,000. എങ്ങനെ കിട്ടിയത്? 10,000 കട്ടക്ക്, ഒരു കട്ടക്ക് 2 കിലോഗ്രാം ക്ലേ വെച്ചിട്ട് എത്ര കിട്ടണമായിരുന്നു? 20,000. ഓക്കെ അല്ലേ? അപ്പം എന്താ എഴുതിയപ്പോൾ? they would have consumed 20,000 kilogram. They should have consumed 20,000 kilogram at rupees. ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ചിട്ട്? 20. at rupees 20. That is the cost allowed is എത്ര? 4 lakhs. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 20,000 × 20, 4 lakhs. ഓക്കെ, അതായില്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? 4 ഉള്ളത് എത്രയായി? 5,50,000. അതിൻ്റെ കാരണം എന്താ? എത്ര? 20,000 ഉള്ളത് എത്ര ആക്കി? 22,000 ആയി. പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്, പ്രൈസ് ഉള്ളത് 20 രൂപ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നമ്പർ 3, നോട്ട് നമ്പർ 3. ആക്ച്വലി ഇറ്റ് കൺസ്യൂം പറയും എത്ര കൺസ്യൂം ചെയ്യണമായിരുന്നു? 20,000. പക്ഷെ ആക്ച്വലി എത്ര കൺസ്യൂം ചെയ്ത്? 22,000. ആക്ച്വലി ഇറ്റ് കൺസ്യൂം 22,000 ബൈ പർച്ചേസിങ് ഇറ്റ് അറ്റ് റുപ്പീസ്. എത്ര റുപ്യക്കാണ് പർച്ചേസ് ചെയ്ത്? 20-നാണോ 25-നാണോ? 25. അറ്റ് റുപ്പീസ് 25. ദാറ്റ് ഈസ് ദ കോസ്റ്റ്. മുകളിൽ എഴുതിയ പോയിന്റ് തന്നെയാണ്, മറ്റൊരു ആംഗിളിൽ എഴുതി. ദാറ്റ് ഈസ് ദ കോസ്റ്റ് സ്പെൻഡ്. ഇസ് ഈക്വൽ ടു എത്ര വരും? 5,50,000. ഓക്കെ, 1, 2. ഫോർത്ത് പോയിന്റ് ആണ്. എഴുതാം. സിൻസ് ദ കോസ്റ്റ് സ്പെൻഡ് ഈസ് മോർ ദാൻ കോസ്റ്റ് അലൗഡ്. There is a adverse raw material cost variance. Of rupees. പറയും മക്കളെ, എത്ര അഡ്വേഴ്സ് കോസ്റ്റ് വാരിയൻസ് കിട്ടി? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എത്ര കിട്ടി? ക്ലാസ്സിൽ ചെയ്ത് പറഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്ത് എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അത് നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ആ പുതിയ ക്വസ്റ്റ്യൻ അല്ല. റെസ്പോണ്ട് ചെയ്യ്. എത്ര? 1,50,000. എഴുതു. 1,50,000. 1,50,000 എഴുതാം. 1,50,000. എത്രാമത്തെ പോയിന്റാ? 2 നിങ്ങൾ എഴുതി, 3 എഴുതി, 4 എഴുതി. 4-ൽ ഇപ്പോൾ 1,50,000 വരായില്ലേ? ബ്രാഞ്ചഡ് ഇൻറ്റു 2. ഇതെങ്ങനെ ആക്കണേനാണ് ബ്രാഞ്ചഡ് എഴുതി വെക്കണ്ട. ചിലർ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രാഞ്ചഡ് ഇൻറ്റു 2 എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇതാണ് ബ്രാഞ്ചഡ് ഇൻറ്റു 2 കേട്ടോ. ഓക്കെ അല്ലേ? ഈ 1,50,000 ആവാൻ 2 കാരണങ്ങളുണ്ട് മക്കളെ. ഒന്നേതാണ്? കളിമണ്ണ് മേടിച്ച വിലയിലെ മാറ്റം. 2 ഏതാ? കളിമണ്ണ് ഉപയോഗിച്ചതിലെ മാറ്റം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ബ്രാഞ്ച് ചെയ്താ അങ്ങനെ. ഓക്കെ, ഒന്നെന്താണ്? ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിൽ വന്ന മാറ്റം. രണ്ടാമത്തത്
ചേഞ്ച് ഇൻ യൂസേജ്, ചേഞ്ച് ഇൻ കൺസംഷൻ എന്നൊക്കെ പറയാം. കൺസംഷനോ യൂസേജ് എന്നൊക്കെ പറയാം. രണ്ടും എഴുതി വെച്ചാളെ. ചേഞ്ച് ഇൻ കൺസംഷൻ ഓർ യൂസേജ്. ചേഞ്ച് ഇൻ പ്രൈസ് ഡൗൺ വരെ ഇടട്ടെ അല്ലേ? അതിനെക്കുറിച്ച് പറയാം. എത്ര രൂപയ്ക്ക് ഞാൻ അങ്ങനെ പറയട്ടാ, റെസ്പോണ്ട് ചെയ്യട്ടാ. വളരെ മോശമാണ്. എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനാ പറഞ്ഞ്? എത്ര രൂപയ്ക്ക് കളിമണ്ണ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനാ പറഞ്ഞേ? എത്ര? ഒരു കിലോഗ്രാമിന് എത്ര? 20 അല്ലേ? പക്ഷെ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്ത്? അപ്പം എത്ര രൂപ എക്സ്ട്രാ വന്ന്? 5 രൂപ. അങ്ങനെ എത്ര കിലോഗ്രാമിന് എക്സ്ട്രാ 5 വന്ന്? 2. എത്ര കിലോഗ്രാമാ മേടിച്ചത് മുത്തുമണികളെ? 22,000 അല്ലേ? അപ്പം 22,000 കിലോഗ്രാമിന് 1 കിലോഗ്രാമിന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ 5 രൂപ വന്നില്ലേ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 22,000 × 5 എത്ര കിട്ടിയ? എത്ര കിട്ടി? 1,10,000. ഇത് എവിടുന്നേലും ഓർമ്മ ഉണ്ടോ ഈ സാധനം? ഇതെന്താ? പ്രൈസ്. ഓക്കെ അല്ലേ? ഇത് ഞാൻ പറഞ്ഞു ഇതിൽ എന്തിൻ്റെ ആവശ്യമില്ല. ഫോർമാറ്റൊക്കെ വേണോ? വേണ്ട. എങ്ങനെ കണ്ടാൽ മതി? ഇതിപ്പോൾ എങ്ങനെ? ഇതിനൊരു ഇക്വേഷൻ ആയിക്കൂടെ? വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്ത്? 25 എത്ര കുറച്ച്? 20 കുറച്ച്. 25 എന്താ? ആക്ച്വൽ പ്രൈസ് മൈനസ് ഏതാ? സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു ഏതാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി. കണ്ട അങ്ങനെ ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? എന്ത് കാണാൻ? മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് കാണാൻ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? ഓക്കെ, അപ്പോൾ ഇത് കോമൺ സെൻസ് ആണ്. കാര്യം മനസ്സിലായില്ലേ? ഞാൻ ഇനി പറയണ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ എഴുതിക്കോ. ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ഡൗൺ ആയിട്ട് എഴുതാം. ആസ്ക്ഡ് ടു പർച്ചേസ്, ആസ്ക്ഡ് ടു പർച്ചേസ് at ₹20. Asked to purchase at ₹20, but actually purchased for ₹25. But actually purchased for ₹25. Asked to purchase 20. Actually purchased 25. There is a excess purchase price, excess purchase price of ₹5. for ഇങ്ങനെ എത്ര കിലോഗ്രാം ഉണ്ട്? 22,000 കിലോഗ്രാം ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറഞ്ഞു? 1,10,000. ഇതെന്താ? അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? അഡ്വേഴ്സ് അല്ലേ? സംശയം ഉണ്ടാ? 20 രൂപയുടെ താനും 25 രൂപയ്ക്ക് മേടിച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആവോ? ഓക്കെ, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കണം? ഹൂ ഇസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ? പർച്ചേസ് മാനേജർ. അപ്പോൾ ഡൗൺ ആയിട്ട് എഴുതാം. പർച്ചേസ് മാനേജർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. Purchase manager is the responsible person. ഓക്കെ അല്ലേ? നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോവാം. യൂസേജ് ക്ലിയർ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പറയണം കേട്ടോ. എത്ര കിലോഗ്രാം യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? 2 കിലോഗ്രാം വെച്ച് 10,000 ഇഷ്ടയ്ക്ക് മൊത്തം 20,000 അല്ലേ? പക്ഷെ ആക്ച്വലി എത്രയാണ് യൂസ് ചെയ്തത്? 22,000. അപ്പോൾ എക്സ്ട്രാ എത്ര യൂസ് ചെയ്തു? 2,000. അതിന് ഒരു എണ്ണത്തിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് 20. അപ്പോൾ 20,000 അല്ല 2,000 × 20 എത്ര വരും? 40,000. ദിസ് ഈസ് വാട്ട് ഈസ് എന്തിലെ വ്യത്യാസം? ഉപയോഗത്തിലെ വ്യത്യാസം. ഏതാണ്? ഉപയോഗത്തിൽ. അപ്പോൾ ഇവിടെ സാധാരണ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും സാറ് പ്രൈസ് അപ്പ് എടുക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസാണ്. കാരണം സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസുള്ള വ്യത്യാസം നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞു? ഓൾറെഡി പ്രൈസിൽ കണ്ടു. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഏതെടുക്കുന്നത്? സ്റ്റാൻഡേർഡ് പ്രൈസ് എടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എഴുതിക്കും താഴെ. അലൗഡ് ടു കൺസ്യൂം.
allowed to consume, അനുവദിച്ച് allowed to consume എത്ര അലോ ചെയ്ത് എത്രടാ 20,000 kilograms, but actually consumed 22,000 kilogram. There is a overusage of 2,000 kilogram. There is a overusage of 2,000 kilogram. ബ്രാക്കറ്റിൽ എഴുതാം 2,000 kilogram into rupees 20 is equal to എത്ര 40,000. ഓക്കെ അല്ലേ മക്കളെ? കോമൺ സെൻസ് അപ്ലൈ. നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചാൽ അത് ഏതായിരിക്കും? അഡ്വേഴ്സ് ആയിരിക്കും. ഏതായിരിക്കും? അഡ്വേഴ്സ്. ആരാ ഇതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ? പ്രൊഡക്ഷൻ മാനേജർ. അടിയിൽ എഴുതാം പ്രൊഡക്ഷൻ മാനേജർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. പ്രൊഡക്ഷൻ മാനേജർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചാൽ നോട്ട് കിട്ടില്ല. നോട്ടാണ്. ഇനി എല്ലാത്തിനും നമ്മൾ ഇതുപോലെ നോട്ട് എഴുതും, ഒന്നിൽ മാത്രം. ഓക്കെ അല്ലേ? എന്തിനാ നോട്ട് എഴുതുന്നത്? എങ്ങനെയെങ്കിലും ലോജിക്കലി ചില ക്വസ്റ്റ്യനിൽ ചില സാധനങ്ങൾ തരാതിരിക്കുമ്പോൾ ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോജിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്തതിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ എന്ത് ചെയ്യാം എഴുതാം. ഇത് പല ആംഗിളിലും പറയാം കേട്ടോ. ഓക്കെ, ഒന്ന് വേഗം വായിച്ചു നോക്കും. നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിക്കും, മനസ്സിരുത്തി വായിക്കും. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോക്കിക്കോ, റെഫർ ചെയ്തോ ക്വസ്റ്റ്യനിൽ ഏത് ഐറ്റാണ് എടുത്തതെന്ന്.